ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. പരമശിവ കൃപയിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ശ്രാവണമാസത്തിലെ ഭാഗ്യരാശികൾ ഇവരാണ്. ദൈവങ്ങളുടെ ദൈവമെന്നാണ് ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത്. പരമശിവൻ പ്രിയപ്പെട്ട മാസമാണ് ശ്രാവണം. അതുകൊണ്ട് തന്നെ ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ മാസമായാണ് പുരാണങ്ങളിൽ ശ്രാവണമാസത്തെ വിലയിരുത്തുന്നത്. ഈ മാസം ശിവനെ ഭജിച്ചാൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയുന്ന നാളുകളാണ് ശ്രാവണം. ആഷാഢമാസത്തിനു ശേഷം വന്നെത്തുന്ന ശ്രാവണമാസത്തിന് സനാതനധർമ്മത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. മാസങ്ങളിൽ ശിവൻ പ്രിയപ്പെട്ട മാസം ശ്രാവണമാണെന്ന് വേദങ്ങളും പറയുന്നു. ശിവഭജനം, ഉപവാസം, ജപം എന്നിവയ്ക്കെല്ലാം പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്ന മാസം കൂടിയാണിത്. ഭക്തന്റെ മനസ്സിലെ വിഷമങ്ങൾ അകറ്റാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും സമാധാനവും വന്നണയാനും ഭഗവാൻ അനുഗ്രഹം ചൊരിയും. ജൂലൈ 22-നാണ് ശ്രാവണമാസം ആരംഭിച്ചത്. ആഗസ്റ്റ് 19-ലെ ശ്രാവണ പൂർണിമയോടെ മാസം അവസാനിക്കും. ഈ 29 ദിവസങ്ങൾ ശിവഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ നാളുകളാണ്. ശ്രാവണമാസത്തിൽ ബുധാദിത്യ രാജയോഗം, ശുക്രാദിത്യ രാജയോഗം, ഗജകേസരി യോഗം, ശിശയോഗം, കുബേരയോഗം എന്നിങ്ങനെ നിരവധി യോഗങ്ങൾ രൂപപ്പെടുന്നത്. ശ്രാവണമാസത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഏറ്റവുമധികം തേടിയെത്താൻ പോകുന്ന ഭാഗ്യരാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി മേടം ആണ്. മേടം രാശിയിൽ ജനിച്ചവർക്ക് ശ്രാവണമാസം വളരെ ഗുണകരമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ഭൗതിക സുഖങ്ങളും സന്തോഷങ്ങളും വന്നുചേരും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കും. ഏറെക്കാലമായി പൂർത്തിയാക്കാതെ വെച്ചിരുന്ന ജോലികൾ പുനരാരംഭിച്ച് പൂർത്തിയാക്കും. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതയോ നേരിടുന്നവർക്ക് ആശ്വാസത്തിന്റെ സമയമാണ് ശ്രാവണം. ഈ മാസം ശിവന്റെ കൃപയാൽ അത്തരം പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. സാമ്പത്തികമായും വളരെ നല്ല സമയമാണ് ശ്രാവണം. സാമ്പത്തിക സ്ഥിതി ശക്തമാകും. നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് അതിന് ഏറ്റവും ഉചിതമായ സമയമാണിത്. ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്ന് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചിങ്ങം ആണ് അടുത്ത രാശി. ശ്രാവണമാസം ഈശ്വരകൃപയും ഭാഗ്യവും വന്നണയുന്ന മറ്റൊരു രാശിയാണ് ചിങ്ങം. ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സന്തോഷം വന്നണയും. ഇവരുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയം കൂടിയായിരിക്കും ശ്രാവണമാസം. നല്ല വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗക്കയറ്റത്തിനും ശമ്പളവർദ്ധനയ്ക്കും സാധ്യതയുള്ള സമയം കൂടിയാണിത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് വളർച്ചയും വിജയവും ഉണ്ടാകും. ഇവർക്ക് ലാഭം വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്വപ്നം സഫലീകരിക്കാൻ കഴിയും. അടുത്ത രാശി മകരം ആണ്. ശനിയുടെ രാശിയായ മകരം രാശിക്കാർക്കും ശ്രാവണമാസം ഗുണകരമായിരിക്കും. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഈ മാസം ഉടനീളം ഇവർക്കൊപ്പമുണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം തേടിയെത്തും. തടസ്സം വന്ന ജോലികൾ പൂർത്തീകരിക്കും. സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വർദ്ധിക്കും. ഈ സമയത്ത് ആത്മീയകാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഭൗതികമായ സന്തോഷവും സുഖവും നിറഞ്ഞിരിക്കും. ആരോഗ്യവും വളരെ തൃപ്തികരമായിരിക്കും.